ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിചാരിക്കുന്നത് കേട്ടോ. ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ കർക്കിടക കഞ്ഞി അല്ലെങ്കിൽ ഔഷധക്കഞ്ഞി, നമ്മൾ ഉലുവ കഞ്ഞി എന്നൊക്കെ പറയുന്ന ഈ ഒരു കഞ്ഞിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ കർക്കിടക മാസത്തിൽ നമ്മൾ തീർച്ചയായിട്ടും കഴിച്ചിരിക്കേണ്ട ഒന്നാണ് ഈ ഒരു കർക്കിടക കഞ്ഞി എന്ന് പറയുന്നത്. അത് പലതരത്തിൽ ഉണ്ടാക്കുന്നുണ്ടാവും. നമ്മളിപ്പോൾ നാട്ടിൻപുറത്തൊക്കെ ആണെങ്കിൽ ഇതിൽ കുറേ ഔഷധക്കൂട്ടുകൾ ചേർത്തിട്ടായിരിക്കും ഈ ഒരു കഞ്ഞി തയ്യാറാക്കുന്നത് കേട്ടോ. പക്ഷേ നമുക്കിപ്പോൾ ഇവിടെ അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ഔഷധക്കൂട്ടൊന്നും തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റുന്നില്ല, അതൊന്നും അവൈലബിൾ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ എല്ലാവരുടെയും വീട്ടിലുള്ള സാധാരണയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻറ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു കഞ്ഞി ഉണ്ടാക്കുന്നത്. അതിൽ പ്രധാനമായിട്ടും നമ്മൾ ചേർക്കുന്നത് ഉലുവയാണ് കേട്ടോ. അപ്പോൾ ഉലുവയുടെ ഹെൽത്ത് ബെനിഫിറ്റ്സ് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. കാരണം അത്രയേറെ ഗുണങ്ങളുള്ള ഒന്നാണ് ഉലുവയെന്ന് പറയുന്നത്. ഉലുവ കൊളസ്ട്രോൾ, അതുപോലെ തന്നെ ഷുഗറൊക്കെ കൺട്രോൾ ചെയ്യുന്നതിനും അതേപോലെ നമുക്ക് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യുന്നതിനും അതുപോലെ നമ്മുടെ ശരീരത്തിലെ ശരീരവേദനകളൊക്കെ മാറുന്നതിന് വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഉലുവയിട്ടുണ്ടാക്കുന്ന ഭക്ഷണ സാധനങ്ങളും കഴിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഉലുവയുടെ ആരോഗ്യ ഗുണങ്ങളെല്ലാം കിട്ടുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു കഞ്ഞി തയ്യാറാക്കി എടുക്കുന്നത്. ഈ ഒരു കഞ്ഞി കർക്കിടക മാസത്തിൽ ഉണ്ടാക്കുന്നതും കഴിക്കുന്നതും എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഉഷ്ണമായിരിക്കുന്നത്, അതായത് ചൂട് ഒരു കാലാവസ്ഥയിൽ നിന്നും പെട്ടെന്നൊരു തണുപ്പിലേക്ക് വരുന്ന സമയത്ത്, മഴക്കാലത്തേക്ക് വരുമ്പോൾ ഈ ഒരു കർക്കിടകത്തിലാണ് ഏറ്റവും കൂടുതൽ അസുഖങ്ങൾ ഉണ്ടാകുന്നത്, നമ്മുടെ ശരീരത്തിനൊക്കെ വേദനകളൊക്കെ ഉണ്ടാകുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് തടയുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു കർക്കിടക കഞ്ഞി വളരെ വളരെ ഹെൽപ്ഫുൾ ആണെന്നാണ് പറയുന്നത് കേട്ടോ. അതങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് ഈ ഒരു കഞ്ഞി ഉണ്ടാക്കുന്നതും കുടിക്കുന്നതും. അപ്പോൾ ഈ ഒരു കർക്കിടക മാസത്തിൽ പെട്ടെന്ന് ദഹിക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കണം. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കഞ്ഞിയെ പ്രോത്സാഹിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഒരു കഞ്ഞിയാണെങ്കിൽ അതിൽ കുറച്ച് ഔഷധക്കൂട്ടുകൾ കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ കഫവും പിത്തം ഇതുപോലുള്ള എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും നമുക്ക് പെട്ടെന്നൊരു ആശ്വാസം ലഭിക്കുകയും നമ്മുടെ ശരീരത്തിലെ വേദനകളൊക്കെ മാറുകയും നമ്മുടെ ശരീരത്തിനൊക്കെ ഒരു ഉറപ്പും ഒരു ഊർജ്ജവും കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഈ പറയുന്ന കാരണങ്ങൾ കൊണ്ടാണ് കർക്കിടക മാസത്തിൽ കർക്കിടക കഞ്ഞി ഒരു 7 ദിവസം തുടർച്ചയായിട്ട് കുടിക്കുക, ഇല്ലെങ്കിൽ ഒരു മാസം ഫുള്ളായിട്ടും ഈ കർക്കിടക കഞ്ഞി ഉണ്ടാക്കി കഴിക്കണമെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു കഞ്ഞി നമ്മൾ കഴിക്കേണ്ടത് ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത് രാവിലെ കഴിക്കുന്നതായിരിക്കും, പ്രഭാത ഭക്ഷണമായിട്ട് കഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇല്ലെങ്കിൽ നമുക്ക് ഡിന്നറായിട്ടും കഴിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു ഉലുവ കഞ്ഞിയാണ് നമ്മളിപ്പോൾ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത്. ഇത് എങ്ങനെയാണ് ചെറിയ കുട്ടികൾക്ക് പോലും കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ റെസിപ്പിയിലോട്ട് പോവാം. ഓക്കെ, അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/4 കപ്പ് ഉലുവ എടുത്തിട്ടുണ്ട് കേട്ടോ. പച്ച ഉലുവയാണ്, നമ്മൾ കറികളിലൊക്കെ ഉപയോഗിക്കുന്ന ഉലുവ ഉണ്ടല്ലോ. അപ്പോൾ ഈ ഒരു ഉലുവ ഒരു 1/4 കപ്പ് മുതൽ 1/2 കപ്പ് വരെ എടുക്കുക. അപ്പോൾ ഞാനിവിടെ കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു 1/4 കപ്പാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 1/2 കപ്പ് ചെറുപയർ എടുക്കുകയാണ് കേട്ടോ. നമ്മുടെ പച്ച പയറുണ്ടാവില്ലേ, ചെറുപയർ. അപ്പോൾ ഈ ഒരു പയറിൻ്റെ അളവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/4 കപ്പ് ഉലുവയ്ക്ക് 1/2 കപ്പ് കേട്ടോ. അതിൻ്റെ ഇരട്ടിയാണ് ഞാനിവിടെ പയർ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് രണ്ടും കൂടി നമ്മൾ ഒരു 6-7 മണിക്കൂറെങ്കിലും നമ്മളൊന്ന് കുതിർക്കാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ, ഒന്ന് സോക്ക് ചെയ്ത് വെക്കണം. അപ്പോൾ അത് നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകിയതിന് ശേഷം ഇതിലേക്ക് നല്ല രീതിയിൽ വെള്ളം ഒഴിച്ച് നമുക്ക് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ ഇത് സോക്ക് ചെയ്യാൻ വെക്കുന്നത് ഞാൻ അതായത് നമ്മുടെ ടാപ്പ് വാട്ടർ അല്ല, നമ്മൾ കുടിക്കാനൊക്കെ ഉപയോഗിക്കുന്ന വെള്ളമാണ് നമ്മുടെ ഈ ഉലുവയിൽ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. കാരണം നമ്മൾ ആ ഒരു വെള്ളത്തോട് കൂടിയാണ് ഉലുവ നമ്മൾ വേവിച്ചെടുക്കാൻ പോകുന്നത്. അതിനുശേഷം ഒരു 6 മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം, അല്ലെങ്കിൽ നമ്മൾ രാത്രി ഇത് ഇങ്ങനെ സോക്ക് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ രാവിലെ നമുക്ക് ഈ ഒരു കഞ്ഞി ഉണ്ടാക്കി എടുക്കാൻ പറ്റുമേ. അപ്പോൾ ഇപ്പം ഞാൻ രാത്രി ആട്ടോ ഇത് ഇട്ട് വെച്ചിരുന്നത്. രാവിലെ ആയപ്പോഴേക്കും നന്നായിട്ട് ഇത് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മളിവിടെ ഈ ഒരു കഞ്ഞി ഉണ്ടാക്കുമ്പോൾ ആദ്യം നമ്മൾ ഈ ഉലുവ ഒന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ, സെപ്പറേറ്റ്. അപ്പോൾ ഞാൻ ഈ ഒരു ഉലുവ ഇനി നമ്മൾ കഴുകേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ നന്നായിട്ട് കഴുകിയിട്ട് ആ ഒരു വെള്ളം തന്നെയാണ് നമ്മൾ ഇതിലേക്ക് എടുക്കുന്നത് കേട്ടോ. നമ്മൾ സോക്ക് ചെയ്യാൻ വെച്ച ആ ഒരു വെള്ളം, അത്രയും കൂടി വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു ഒറ്റ വിസിലിട്ട് നമുക്ക് എടുക്കാം കേട്ടോ. ഒരു വിസിലിട്ടാൽ മതിയാവും, അപ്പോഴേക്കും അത് ഏകദേശം ഒന്ന് കുക്കായി കിട്ടും കേട്ടോ. പിന്നെ നമുക്ക് ഇതിലേക്ക് പയറൊക്കെ ചേർത്ത് വേവിക്കേണ്ടതല്ലേ. അപ്പോൾ ഞാൻ ഒരു വിസിലിട്ടപ്പോഴേക്കും തന്നെ ഇത് നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് നമുക്ക് വേണ്ടത് നമ്മുടെ നവര അരി ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ് കേട്ടോ. അപ്പോൾ നവര അരി ഇല്ലാത്തവർക്കാണെങ്കിൽ പൊടിയരി മതിയാവും. നമ്മൾ കഞ്ഞിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഈ ഒരു പൊടിയരി എടുക്കാം. അപ്പോൾ ഞാൻ 1 കപ്പ് പൊടിയരി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 1/4 കപ്പ് ഉലുവ, 1/2 കപ്പ് പയർ, ആ ഒരു പയർ കുതിർത്ത് വെച്ചതുകൂടി ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു 1 കപ്പ് പൊടിയരി നന്നായിട്ട് കഴുകിയതിന് ശേഷം അതും നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് 3 ആണ് നമ്മളിപ്പോൾ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതെല്ലാം കൂടി കുക്കായി വരുന്നതിനൊരു നമുക്ക് അറിയാൻ പറ്റും നന്നായിട്ട്, അതായത് മുകളിലേക്ക് നല്ല രീതിയിൽ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന രീതിയിലായിരിക്കണം വെള്ളം വേണ്ടത് കേട്ടോ.
അപ്പോൾ ഞാൻ അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇതിൽ ഞാൻ ഉപ്പോ മധുരമോ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. ഇങ്ങനെ തന്നെ നമ്മൾ കുക്ക് ചെയ്യാൻ പോവാണ്. ഇനി വെറും 2 വിസിലാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കുക്കറിൻ്റെ ആ ഒരു എങ്ങനെയാണോ എത്ര ടൈം എടുക്കുന്നു അതൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല. അതനുസരിച്ചിട്ട് നിങ്ങൾ അതിൽ 2 3 വിസിൽ ഇട്ട് കൊടുക്കുക. ഇനി ഞാനിവിടെ ഈ ഒരു കഞ്ഞി ഉണ്ടാക്കുമ്പോൾ മധുരമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. കാരണം നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നത് കൊണ്ട് അവർ ഈ ഉലുവയുടെയൊക്കെ ആ ഒരു ചെറിയൊരു കയ്പ്പ് രസം അല്ലെങ്കിൽ ആ ഒരു ചെവയുണ്ടെങ്കിൽ അവർ കഴിക്കില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനത് മധുരത്തിലാണ് ഉണ്ടാക്കുന്നത്. അതും നമ്മൾ രാവിലെയല്ലേ കഴിക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് പനശർക്കരയോ നമ്മുടെ ശർക്കരയില്ലേ സാധാ ശർക്കരയോ ചേർത്ത് കൊടുക്കാം കേട്ടോ. പനശർക്കര നമ്മൾ കരിപ്പെട്ടിയില്ലേ അത് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ 1 കപ്പ് തേങ്ങ എടുത്തിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് 1 കപ്പ് 1-ാം പാലും 2 കപ്പ് 2-ാം പാലാണ് വേണ്ട കേട്ടോ. അപ്പോൾ ആ ഒരു തേങ്ങയിലേക്ക് 1 കപ്പ് വെള്ളം എടുത്തിട്ട് 1 കപ്പ് നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. പിന്നെ 2 കപ്പ് വെള്ളം ഒഴിച്ചതിന് ശേഷം അതിൽ നിന്ന് തന്നെ കുറച്ച് അത്ര തിക്കൊന്നും അല്ലല്ലോ അറിയാമല്ലോ 2-ാം പാലും എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് രണ്ടും നമുക്ക് എടുത്ത് മാറ്റി വയ്ക്കാം. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ള ആ ഒരു ശർക്കര നമുക്കൊന്ന് ഉരുക്കിയെടുക്കാം. അപ്പോൾ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. 2 വിസിലിട്ട് അതിൽ ഫുള്ള് പ്രഷർ പോയതിന് ശേഷം ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇതെല്ലാം കൂടി കമ്പൈൻ ആയിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മുടെ പയറും ഉലുവയും റൈസും എല്ലാം കൂടെ. എന്നിട്ട് ആ ഉലുവയുടെ ഒരു കളർ അതിലേക്ക് വന്നിട്ടുണ്ട്. കണ്ടോ നിങ്ങൾക്ക് കാണാമല്ലോ. അപ്പോൾ ഇതാണ് ഈ ഒരു പരുവെന്ന് പറയുന്നത് കേട്ടോ. ഇനി നമ്മൾ കഴിഞ്ഞു കേട്ടോ, പണി കഴിഞ്ഞു. ഇനി നമ്മൾ ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മധുരം. അപ്പോൾ നിങ്ങൾക്ക് മധുരം താല്പര്യം ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് സ്കിപ്പ് ചെയ്യാം. പകരം ഉപ്പ്, നമ്മുടെ കഞ്ഞിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഉപ്പാണ് ചേർക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് കുറച്ച് ജീരകം കൂടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇപ്പം മധുരം ചേർക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു മധുരം ബാലൻസ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇപ്പം ഞാൻ ആ ഒരു ശർക്കര നമ്മൾ ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല തിക്കായിട്ടിരിക്കുകയാണ്. ഇനി നമ്മൾ ആ ഒരു 2-ാം പാലും 1-ാം പാലും ഒഴിക്കുമ്പോഴേക്കും കുറച്ചുകൂടി ലൂസായിട്ട് കിട്ടും കേട്ടോ. അപ്പം ഞാൻ അതൊഴിച്ച് അതൊന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തിള വന്ന് തുടങ്ങുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് 2-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. 2-ാം പാൽ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് തിളയ്ക്കണം കേട്ടോ. ഒന്ന് നന്നായിട്ട് ബോയിലായി വന്നതിന് ശേഷമാണ് നമ്മളിതിലേക്ക് 1-ാം പാലും ഒരല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു 1-ാം പാൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് തിളയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ ഇപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് 2-ാം പാലാണ്. ഈ ഒരു 2-ാം പാൽ ഒന്ന് ബോയിലായി വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു മധുരം ബാലൻസ് ചെയ്യുന്നതിനുള്ള ഉപ്പാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ട് ഇങ്ങനെ ബോയിലായി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ആദ്യം എടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു തിക്കായിട്ടുള്ള 1-ാം പാലുണ്ടാവില്ല, അതൊരു കപ്പ് ഉണ്ടാവുമല്ലോ, അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്തതിന് ശേഷം പിന്നെ ഇത് ബോയിൽ ചെയ്യരുത് കേട്ടോ. നമ്മൾ 1-ാം പാൽ ഒഴിച്ചതിന് ശേഷം പിന്നെ ബോയിൽ ചെയ്യരുത്. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചൂടായി വരുമ്പോഴേക്ക് ഇത് ഓഫ് ചെയ്യുക. അതിനുശേഷം നമുക്കിത് ചൂടോടെ കുടിക്കാവുന്നതാണ് കേട്ടോ. ഇത് പ്രഭാത ഭക്ഷണമായിരിക്കും ഏറ്റവും നല്ലത്. ഇല്ലെങ്കിൽ നമുക്ക് രാത്രി ഡിന്നറായിട്ടും നമുക്കിത് കുടിക്കാവുന്നതാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് നമ്മളിത് തയ്യാറാക്കിയിട്ടുള്ളത് കേട്ടോ. അതുകൊണ്ട് തന്നെ അവർക്ക് കുറച്ച് മധുരമൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അവർ കുടിച്ചോളും, ഒരു പ്രോബ്ലം ഇല്ല. അപ്പോൾ എന്തായാലും നമ്മുടെ വീട്ടിലുള്ള ഈ ഒരു ചേരുവകൾ മാത്രം വെച്ചിട്ട് നമുക്ക് ഔഷധക്കഞ്ഞി 7 ദിവസമല്ല, നമുക്ക് 15 ഇല്ലെങ്കിൽ ഒരു മാസം ഫുള്ളായിട്ട് നമുക്കൊരു പ്രഭാത ഭക്ഷണമായിട്ട് കഴിക്കുന്നതിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.